ഇൻഫിനിക്സ് മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നല്ല കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയാണ്, ആരെങ്കിലും ആ വീഡിയോസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എങ്ങനെയാണെന്ന് ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പ്രോബ്ലം നോക്കിയാലോ. There are 100 beads black and white in a box. അപ്പോ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ എത്ര ബീഡ്സ് ഉള്ളത്? 100 ബീഡ്സ് ഉണ്ട്. ബ്ലാക്കും വൈറ്റും ആയിട്ട് രണ്ടും കൂടി മൊത്തത്തിൽ 100 ബീഡ്സ് ഉണ്ട്. 10 more black than white. അപ്പൊ എന്താ ഉള്ളത്? വൈറ്റ് എത്രയാണോ അതിനെക്കാട്ടി 10 കൂടുതലാണ് എത്രയെന്ന് പറയുന്നത്? ബ്ലാക്ക് എന്ന് പറയുന്നത്. ബ്ലാക്ക് ബീഡ്സിന്റെ എണ്ണം. How many black and how many white beads? എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, എത്ര വൈറ്റ് ബീഡ്സ് ഉണ്ട്? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞു ഇക്വേഷൻസ് ഫ്രെയിം ചെയ്തെടുക്കാനും നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കണം. അപ്പൊ അതെങ്ങനെയാണ് ഇക്വേഷൻ ഫ്രെയിം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സിന് നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കുന്നു, നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സിന് നമ്മൾ വൈ ആയിട്ട് കൊടുക്കുന്നു. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇക്വേഷൻ ഫ്രെയിം ചെയ്യാൻ പോവുക. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് there are 100 beads black and white in a box. അതായത് ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടി ചേർത്ത് എത്രയാ ഉള്ളത്? 100. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 അല്ലേ? ബ്ലാക്കും വൈറ്റും കൂടി ചേർത്ത് എത്ര എണ്ണ ഉള്ളത്? 100 ആ ഉള്ളത്. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100. അത് ഇക്വേഷൻ നമ്പർ 1. 10 more black than white. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, കൂടുതലാണ് കുറവാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് എടുക്കുക, സബ്ട്രാക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഏതാണോ ഉള്ളത് അതിൽ നിന്ന് കുറവുള്ളത് സബ്ട്രാക്ട് ചെയ്യുക. അത് എപ്പോഴും ഓർക്കുക. മോർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താ ഡിഫറൻസ് ആണ് അവിടെ കാണേണ്ടത്. 10 more black than white എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ബ്ലാക്ക് ആണ് കൂടുതൽ. അപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് വലിയ ഏറ്റവും കൂടുതൽ ഉള്ളതിൽ നിന്ന് കുറവ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 10 അല്ലേ? അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കിട്ടി. മനസ്സിലായോ ഇക്വേഷൻ ഫ്രെയിം ചെയ്തെടുത്തത്? ബ്ലാക്കും വൈറ്റും കൂടി 100 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു. 10 മോർ ബ്ലാക്ക് ദാൻ വൈറ്റ്. അപ്പൊ മോർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്നൊക്കെ വരുവാണ് നമ്മൾ അവിടെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പൊ കൂടുതലുള്ള ഏതാ? ബ്ലാക്ക് അല്ലേ? അപ്പൊ ബ്ലാക്കിൽ നിന്ന് വൈറ്റ് സബ്ട്രാക്ട് ചെയ്തപ്പോ 10 എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാമല്ലോ. വേണ്ടേ? പ്ലസ് വൈയും മൈനസ് വൈയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇനി എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു 100 പ്ലസ് 10 110. അപ്പോ എക്സ് ഈക്വൽ ടു 110 ഡിവൈഡഡ് ബൈ 2 55 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 55. എക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് 55 ആണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സും കണ്ടുപിടിക്കണമല്ലോ. അതിനെന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1ലോട്ടും 2ലോട്ടും ഈ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100. അപ്പോ 55 പ്ലസ് വൈ ഈക്വൽ ടു 100. അപ്പൊ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 100 മൈനസ് 55 ഈക്വൽ ടു 45 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ ലാസ്റ്റ് നമ്മൾ എടുത്തെഴുതണം. ഇവിടെ എക്സിനെ വൈയുടെ വാല്യൂ അത് എന്താ നമ്മൾ ചോദിച്ചേക്കുന്നത്? ഹൗ മെനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്സ്. അപ്പൊ എത്ര ബ്ലാക്ക് ഉണ്ടെന്നും എത്ര വൈറ്റ് ഉണ്ടെന്നും എടുത്തെഴുതണം. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എത്രയാ? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് എക്സ് അല്ലേ? എക്സിന്റെ വാല്യൂ എന്താ? 55. അതുപോലെ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എത്രയാ? 45. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. അപ്പൊ ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും കൂടി വില എത്രയാ? 11,000 rupees ആണ്. The price of a table and 4 chairs is 14,000 rupees. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ടേബിളിന്റെയും 4 ചെയറിന്റെയും കൂടി ഉള്ള വില എത്രയാ? 14,000 rupees. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിന്റെയും വില എത്രയാണ്? അതായത് ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും കൂടിയുള്ള, അതായത് ഒരു ടേബിളിന്റെ വില എത്രയാണ്, ഒരു ചെയറിന്റെ വില എത്രയാണ്, അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലോട്ട് പോവാം. പ്രൈസ് ഓഫ് എ ടേബിൾ നമ്മൾ എത്ര ആയിട്ട് എടുക്കും? എക്സ് ആയിട്ട് എടുക്കും. ആൻഡ്
ലെറ്റ് പ്രൈസ് ഓഫ് ദി ചെയർ നമ്മൾ എന്തായിട്ട് എടുക്കും, y ആയിട്ടും എടുക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇക്വേഷൻ ഫ്രെയിം ചെയ്യാം. ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും കൂടെ വില എത്രയാ, 11,000 rupees. അപ്പൊ അതിനെ ഇക്വേഷൻ ആക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. അത് ആദ്യത്തെ ഇക്വേഷൻ. എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ? ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും വില 11,000 ആണ്. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ ഫ്രെയിം ചെയ്യാം. The price of a table and 4 chairs is 14,000 rupees. അതായത് ഒരു ടേബിളിന്റെയും 4 chairs, ഒരു ചെയർ എന്താ y ആണ്, അങ്ങനെയാണെങ്കിൽ 4 ചെയർ എന്ന് പറയുന്നത് 4y ഈക്വൽ ടു, മനസ്സിലായോ? ഒരു ചെയറിന്റെയും ഒരു ടേബിളിന്റെയും 4 ചെയറിന്റെയും വില എത്രയാ, 14,000 rupees ആണെന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കും. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. എങ്ങനെ സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. നോക്കിയേ, ഇവിടെ എക്സും എക്സും ഒരേപോലെ ഉണ്ട്, പക്ഷേ സൈൻ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്താക്കണം, സൈൻ ചേഞ്ച് ചെയ്യണം. നമ്മളത് പഠിച്ചതാണ്. അതായത് ഇവിടെ മൈനസ് ആക്കുന്നു, മൈനസ് ആക്കുന്നു, മൈനസ് ആക്കുന്നു അല്ലേ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, പ്ലസ് എക്സും മൈനസ് എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ബാക്കി എന്തുണ്ട്, വൈ മൈനസ് 4y അല്ലെ. y മൈനസ് 4y ഈസ് ഈക്വൽ ടു 11,000 മൈനസ് 14,000 അല്ലെ. y മൈനസ് 4y എത്രയാണെന്ന് അറിയാം, മൈനസ് 3y ഈക്വൽ ടു എത്ര വരും, മൈനസ് 3,000 എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി y എന്ന് പറയുന്നത് എന്ത് വരും, 3,000 മൈനസ് 3,000 ഡിവൈഡഡ് ബൈ മൈനസ് 3,000 എന്ന് വരും. ഈ രണ്ട് മൈനസ് ആവുമ്പോൾ അതെന്താവും, പോസിറ്റീവ് ആകും. അപ്പോ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി, എത്രയാണ്, 1000 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം, ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 അല്ലെ. എക്സ് പ്ലസ് 1000 ഈക്വൽ ടു, അതായത് വൈയുടെ വാല്യൂ 1000 ഈക്വൽ ടു 11,000. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 1000നെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. മൈനസ് 1000 എന്ന് വരും. എത്രയാണ്, 10,000 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതണം, പ്രൈസ് ഓഫ് ടേബിൾ. പ്രൈസ് ഓഫ് ടേബിൾ, ടേബിളിന്റെ എന്താ, എക്സ് അല്ലേ. എക്സിന്റെ വാല്യൂ എത്രയാ കിട്ടിയേ, 10,000 എന്ന് കിട്ടി. അതുപോലെ പ്രൈസ് ഓഫ് ചെയർ എത്രയാ, 1000. മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കിയേ, ഓഫ് 2 numbers the larger number is 5 times the smaller one. അതായത് രണ്ട് നമ്പർ ഉണ്ട്, അതില് എന്താണ്, ലാർജർ നമ്പർ സ്മോളർ നമ്പറിന്റെ 5 times ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ലാർജർ നമ്പർ സ്മോളർ നമ്പറിന്റെ 5 times ആണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്, സബ്ട്രാക്ടിങ് ദി സ്മോളർ ഫ്രം ദി ലാർജർ ഗീവ്സ് 32. അതായത് ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാ, 32 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ആർ ദി നമ്പേഴ്സ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസറിലോട്ട് വരുമ്പോൾ സ്മോളർ നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, ലാർജർ നമ്പറിനെ വൈ ആയിട്ട് എടുക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യണമല്ലോ. എന്താ തന്നേക്കുന്നത്, ലാർജർ വൺ ഈസ് 5 times ദി സ്മോളർ വൺ. അതായത് ലാർജർ നമ്പർ എന്ന് പറയുന്നത്, ലാർജർ നമ്പർ ഏതാ, വൈ. വൈ എന്ന് പറയുന്നത് സ്മോളർ നമ്പറിന്റെ 5 times ആണ്. ഇങ്ങനെയല്ലേ തന്നേക്കുന്നത്. എന്താ, ലാർജർ വൺ ഈസ് 5 times ദി സ്മോളർ വൺ. അതിനെ നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതിയേക്കുന്ന ഇത്, ലാർജർ നമ്പർ ഈസ് 5 times ദി സ്മോളർ വൺ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി രണ്ട് സൈഡിൽ വേരിയബിൾസ് രണ്ട് സൈഡിലേക്ക് ഇടുന്ന പോലെ രണ്ടിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. y മൈനസ് പ്ലസ് 5 അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 5 ആകും. y മൈനസ് 5x ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ. മനസ്സിലായോ? 5x ഇവിടുന്ന് ഇങ്ങോട്ടോ ഇവിടെ ഒന്നും ഇല്ല, അത് അന്നേരം അതെന്താവും, അവിടെ 0. y മൈനസ് 5x ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടി ഫ്രെയിം ചെയ്തെടുക്കണം. ഓക്കെ, subtracting the smaller from larger gives 32. അതായത് ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 32 കിട്ടും. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റണം. എന്താ, ലാർജർ നമ്പറിൽ നിന്ന്
സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നേ? 32 കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ 2. ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇക്വേഷൻ ഫോമിലാക്കി എഴുതിയേക്കുവാണ്. എന്നാ സബ്ട്രാക്ടിങ് സ്മോളർ ഫ്രം ദി ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 32 കിട്ടും. രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി നമുക്ക് സോൾവ് ചെയ്യാലോ. വൈയും വൈയും ഒരേപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് സൈൻ ഡിഫറെന്റ് അല്ല. അപ്പൊ നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യണം. എന്താ? പ്ലസ് വൈ മൈനസ് വൈ ആകും. ഇവിടെ മൈനസ് എക്സ് ആണ് കിടക്കുന്നത്, അതെന്താകും? പ്ലസ് ആകും. ഇവിടെ പ്ലസ് 32 ആണ്, അതെന്താകും? മൈനസ് ആയി മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ എന്താ ഉള്ളത്? 5x എന്ന് എഴുതരുത്, കാരണം ഇവിടെ മൈനസ് സൈനാ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? മൈനസ് 5x. പിന്നെ എക്സിന്റെ സൈൻ എന്താ? പ്ലസ് എക്സ്. മൈനസ് 5x പ്ലസ് എക്സ്. അത് മനസ്സിലായി? ഇവിടെ മൈനസ് എഴുതണം. വെറും 5x എഴുതാൻ തെറ്റിപ്പോവും. ഇവിടെ മൈനസ് കിടപ്പുള്ളത് കൊണ്ട് ഇവിടെ മൈനസ് എഴുതണം. മൈനസ് 5x പ്ലസ് എക്സ് ഈക്വൽ ടു എത്രയാ? 0 മൈനസ് 32 അല്ലെ? 0 മൈനസ് 32 എന്ന് കിട്ടി. ഇനി മൈനസ് 5x പ്ലസ് എക്സ് എന്താ? മൈനസ് 4x ഇസ് ഈക്വൽ ടു മൈനസ് 32. 0 മൈനസ് 32 എന്ന് പറയുന്നത് 32. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൈനസ് 32 ഡിവൈഡഡ് ബൈ മൈനസ് 4. മൈനസും മൈനസും കൂടി പ്ലസ് ആകും, 8 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ കിടക്കുന്ന ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും കിട്ടും. ഇതിട്ട് കൊടുത്താൽ കിട്ടും, ഇതിലിട്ട് കൊടുത്താൽ കിട്ടും, ഇതിലിട്ട് കൊടുത്താൽ കിട്ടും. നമുക്ക് ഇതാ എളുപ്പം. ഓക്കെ, y ഈസ് ഈക്വൽ ടു 5x. നമുക്കറിയാം y ഈക്വൽ ടു 5x. അപ്പൊ y ഈക്വൽ ടു 5 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാ? 8. 8 5s are 40. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 8 എന്നും കിട്ടി, വൈയുടെ വാല്യൂ 40 എന്നും കിട്ടി. ഇനി നമ്മൾ എടുത്ത് എഴുതണം. സ്മോളർ നമ്പർ ഈക്വൽ ടു 8, ലാർജർ നമ്പർ ഈക്വൽ ടു 40. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്തിരി പാടായിട്ട് തോന്നിയാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/2. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷനെ നമുക്ക് let fraction be x by y. x by y എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator. അതായത് ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്? 1/2 കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഫസ്റ്റ് സെന്റൻസിനെ നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതിയേക്കാ. എന്താ? എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/2. അതായത് ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ 1/2 കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് അതിനെ ആക്കിയെടുക്കണം. അതിനെന്താ ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം, ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഈക്വൽ ടുന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലും ഫ്രാക്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് 1, 2 ഇൻറ്റു, അതായത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു y ഇൻറ്റു 1. ഓക്കെ, y ഇൻറ്റു 1 എന്ന് പറയുന്നത് y. അത് എഴുതി മനസ്സിലായോ? ഇക്വേഷന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് ഇതും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1 ഇൻറ്റു y. 1 ഇൻറ്റു വൈനെ നമ്മൾ y ആയിട്ട് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 1 2 ഈക്വൽ ടു y. നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എക്സും വൈ, അതായത് വേരിയബിൾസ് ഒരു സൈഡിലും നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലും കിടക്കണം അല്ലേ? അപ്പൊ ഈ വൈനെ നമുക്ക് ഇപ്പുറത്തോട്ടും കൊണ്ടുവരണം, ഈ പ്ലസ് 2 നമുക്ക് ഇപ്പുറത്തോട്ടും കൊണ്ടുവരണം. ഈ പ്ലസ് വൈ ഇപ്പുറത്ത് വരുമ്പോ എന്താകും? മൈനസ് വൈ ആകും. 2x മൈനസ് വൈ ഈക്വൽ ടു പ്ലസ് 2 ഇവിടെ അല്ല, ഇവിടെ കിടക്കുന്നത്. അപ്പൊ പ്ലസ് 2 അപ്പുറത്ത് പോകുമ്പോൾ -2 എന്ന് കിട്ടി. നമുക്ക് അതിൽ നിന്ന് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇക്വേഷൻ നമുക്ക് ആദ്യത്തേത് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ എടുത്തെഴുതണം. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? If instead 1 is added to the denominator and then simplified, it becomes 1/3. എന്താ പറഞ്ഞേക്കുന്നത്? ഇതിന് പകരം ഇപ്പൊ ന്യൂമറേറ്ററിലല്ലേ 1 ആഡ് ചെയ്തത്, അതിന് പകരം ഡിനോമിനേറ്ററിലാണ് 1 ആഡ് ചെയ്തിരുന്നെങ്കിൽ എന്നിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്? 1/3.
മനസ്സിലായോ? If instead 1 is added to the denominator and then simplified it becomes 1/3. അതായത് ഡിനോമിനേറ്ററിന്റെ കൂടെയാണ് 1 ആഡ് ചെയ്ത് എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ എത്ര കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത് 1/3. അപ്പോൾ എക്സ് ബൈ വൈ പ്ലസ് 1 ഈക്വൽ ടു 1/3. അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്ത് എടുത്തതുപോലെ തന്നെ ഇവിടെയും ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാം. കണ്ടോ? അപ്പൊ എന്ത് കിട്ടും? 3 into x 3x ഈക്വൽ ടു y പ്ലസ് 1 into 1 എന്ന് പറയുന്നത് y പ്ലസ് 1 തന്നെ. ഇനി നമുക്ക് എക്സും വൈ വേരിയബിൾസ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോ 3x മൈനസ് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടി. രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതി അടുപ്പിച്ചടുപ്പിച്ച് എഴുതിയിട്ട് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്തെടുക്കണം. എന്തൊക്കെ ഇക്വേഷൻ? 2x മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 2. 2x മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 2. അടുത്തത് 3x മൈനസ് വൈ ഈക്വൽ ടു 3x മൈനസ് വൈ ഈക്വൽ ടു 1. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷനെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഒരേപോലുള്ളത് y ഉണ്ട്, പക്ഷെ സെയിം സൈൻ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ സൈൻ ചേഞ്ച് ചെയ്യുക. ഇത് മൈനസ് ആകും, ഇത് പ്ലസ് ആകും, ഇതെന്താകും? മൈനസ് ആകും. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് വൈയും പ്ലസ് വൈയും ക്യാൻസൽ ആയിക്കും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 2x മൈനസ് 3x. 2x മൈനസ് 3x ഈസ് ഈക്വൽ ടു ഇവിടെ -2, അപ്പൊ -2 മൈനസ് 1. 2x മൈനസ് 3x എന്ന് പറയുന്നത് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു -3. മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു -3 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 എന്താ? 2x മൈനസ് വൈ ഈക്വൽ ടു -2. 2 into 3 മൈനസ് വൈ ഈക്വൽ ടു -2. 2 into 3 എത്രയാ? 6 മൈനസ് വൈ ഈക്വൽ ടു -2. അപ്പോ മൈനസ് വൈ ഈക്വൽ ടു -2 പ്ലസ് 6 അപ്പുറത്ത് പോകുമ്പോ -6. അപ്പൊ മൈനസ് വൈ ഈക്വൽ ടു -8 എന്ന് കിട്ടി. അപ്പൊ വൈ ഈക്വൽ ടു എത്രയാ? 8 എന്ന് കിട്ടി. -5 -8 ആണെങ്കിൽ വൈ എത്രയായിരിക്കും? 8 ആയിരിക്കും. ഇത് നമുക്ക് എക്സും വൈയും ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്രാക്ഷൻ എന്താ? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ആണ്. അപ്പൊ എക്സിന് പകരം എന്ത് ചെയ്താ? 3 ഡിവൈഡഡ് ബൈ വൈക്ക് പകരം 8. അപ്പൊ നമ്മളുടെ റിക്വയർഡ് ഫ്രാക്ഷൻ ഏതാ? 3/8 ആണ് റിക്വയർഡ് ഫ്രാക്ഷൻ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും കൂടി കാണുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയുള്ള ക്ലാസ്സസ് എല്ലാം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ ക്ലാസ്സസ് എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.